ഈ ലൈനിൽ നിന്ന് ഈ കമ്പനിക്ക് കൂടി വെള്ളം ലഭ്യമാക്കുന്നതാണ്. കിൻഫ്രയ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കുന്നതെന്നാണ്. 10 ദശലക്ഷം ലിറ്ററാണ് കിൻഫ്രയ്ക്ക് കൊടുക്കാനുള്ള കരാർ. 10 ദശലക്ഷം കിൻഫ്രയ്ക്കും IITക്കും. ഇവർക്ക് ആവശ്യം വരുന്നത് എത്ര? പൂർണ്ണതോതിലായാൽ 0.5 ദശലക്ഷം ലിറ്ററാണ്. അപ്പോ മലമ്പുഴയിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ധാരണയുണ്ട്. ഇനി ആ ധാരണ എന്നുണ്ടാക്കിയതാണ്? അതുകൂടി നമുക്ക് നോക്കാം. ഇത് 31/1/2015 ആണ് കിൻഫ്രയ്ക്ക് 10 ദശലക്ഷം ലിറ്റർ വെള്ളം മലമ്പുഴയിൽ നിന്ന് കൊടുക്കാനുള്ള തീരുമാനമുണ്ടാവുന്നത്. അന്നാരാ കേരളത്തിന്റെ മുഖ്യമന്ത്രി? 31/1/2015 ഉമ്മൻചാണ്ടി. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് എടുത്ത തീരുമാനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇൻ ദ മീറ്റിംഗ് ചെയർഡ് ബൈ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓൺ 15 സെപ്റ്റംബർ 2011 അറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഹാൾ, അതായത് 2011 സെപ്റ്റംബർ 15 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായ മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണ് കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിന് 10 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കണം എന്നത്. It was decided that irrigation department will allow Kinfra to draw 10 MLD water from the Malambura Dam to Palakkad Industrial Water Supply Scheme. Further allotment will be taken after assessing the availability of water. അതായത് 10 ലക്ഷം MLD കൊടുക്കാൻ 10 MLD കൊടുക്കാൻ തീരുമാനിച്ചു. ബാക്കി വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് പിന്നെ കൂട്ടണമെന്നുള്ള കാര്യം തീരുമാനിക്കാം. ഇവിടെ ഈ 10 MLDയിൽ നിന്ന് ആണ് കൊടുക്കുക എന്ന് ഇറിഗേഷൻ മിനിസ്റ്റർ തന്നെ വ്യക്തമാക്കി. ഇവർക്ക് ആവശ്യം എത്ര? 0.5 MLD ആണ്. 0.5 MLD ആണ്. അപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അതിരുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ അത് എക്കാലത്തും മൂടിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇതാണ് മലമ്പുഴ ഡാമിലെ വെള്ളത്തിന്റെ സ്ഥിതി. പിന്നെ ഇത് മാത്രമല്ല, ഡാമിലെ വെള്ളം മാത്രമല്ല, കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് മഴവെള്ള സംഭരണി. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി ഈ പ്ലാന്റിന് വേണ്ടി, എത്തനോൾ പ്ലാന്റിന് വേണ്ടി നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. അതായത് പദ്ധതിയുടെ പ്രപ്പോസലിൽ തന്നെ ഉണ്ട്. അപ്പൊ മുൻ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യമാണ്, മഴനിഴൽ പ്രദേശത്ത് എന്ത് മഴവെള്ള സംഭരണി? അവിടെ എങ്ങനെ മഴവെള്ളം സംഭരിക്കാൻ പറ്റും? ഈ കാര്യത്തിന് ഞാൻ പാലക്കാട്ട് പത്രസമ്മേളനത്തിൽ വ്യക്തത വരുത്തിയതാണ്. ഒരാളും വാർത്ത കൊടുത്തുമില്ല, ചോദിച്ചതുമില്ല. എന്താണെന്നറിയാമോ? ഇതിനേക്കാൾ കുറച്ചുകൂടി ഈ വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശത്താണ് അഹല്യ നിൽക്കുന്നത്. അഹല്യ വടകരപ്പതി, എലപ്പുള്ളി പഞ്ചായത്തുകളിലായിട്ടാണ്. ഈ 2 പഞ്ചായത്തുണ്ട്. അവിടെ 12 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫാമുകളുണ്ട്. 12 എണ്ണം. ഓരോന്നിന്റെയും കപ്പാസിറ്റി 2 കോടി ലിറ്ററാണ്. 2 കോടി ലിറ്റർ. 5 ഏക്കർ മുതൽ 6.5 ഏക്കർ വരെ ഓരോന്നുമുണ്ട്. അപ്പോ 24 കോടി ലിറ്റർ വെള്ളം സംഭരിക്കുന്നത് ഈ വടകരപ്പതി എന്ന് പറഞ്ഞാൽ പുള്ളി പോലെയല്ല വടകരപ്പതി, ചിറ്റൂർ താലൂക്കിലാണത്. രൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അവിടെയും ഈ എലപ്പുള്ളിയിലും കൂടി 2 പഞ്ചായത്തിലായിട്ടാണ് അഹല്യ ക്യാമ്പസ് കിടക്കുന്നത്. 24 കോടി ലിറ്റർ സംഭരിക്കുന്നുണ്ട്. ബോട്ടിംഗും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തതല്ല അതൊക്കെ. അപ്പോ 24 കോടി ലിറ്റർ വെള്ളം അവിടെ സംഭരിക്കുന്നുണ്ട്. ഇനി കിൻഫ്രയുടെ തന്നെ ഉണ്ട്. കിൻഫ്രയുടെ മഴവെള്ള സംഭരണിയുണ്ട്. ഇതേ മേഖലയിലുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കിൻഫ്രയുടെ മഴവെള്ള സംഭരണിയുണ്ട്. ഞാനിത് പറഞ്ഞിരുന്നു, പക്ഷേ ആ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രതിനിധികളെയും നമുക്ക് ആ മഴവെള്ള സംഭരണി കാണാൻ പോകാൻ ക്ഷണിക്കുകയാണ്. ഫെബ്രുവരി 17-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് അല്ല, വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും വരാം. കാരണം ഇതൊരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അല്ല, നിങ്ങൾ ഈ വാർത്ത ഇങ്ങനെ ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. പാലക്കാട്ട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു, നിങ്ങളൊന്ന് പോയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ മഴവെള്ള സംഭരണം നടക്കുമോ?
രണ്ടും കാണാം. അതെ അതെ, രണ്ടും കാണാം. വരാൻ തയ്യാറാവണം. ഈ വസ്തുതയായിട്ട് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം. അല്ല, ഞാൻ പറയാം, ചോദ്യം അവസാനമാവാ. എന്താ കാരണം എന്നറിയാമോ? അല്ല, ഓ ശരി, എന്നാ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്, അത്രേ ഉള്ളൂ. വേണ്ട, ധൈര്യം വേണ്ട, അത് പിൻവലിച്ചു. ഞാൻ വിനീതമായി നിങ്ങളെ ക്ഷണിക്കുകയാണ്, വരാമോ? വിനീതമായി ക്ഷണിക്കുകയാണ്, വരാമോ? അതിന് അല്ല, ശരി, ഞാൻ ശ്രീജിത്ത് പറഞ്ഞത് അത് പിൻവലിച്ചല്ലോ. അത് ശരി, നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് പിൻവലിച്ചു. എന്റെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ വരുമോ? വരാൻ തയ്യാറാണോ? എന്നാൽ നമുക്ക് 17-ാം തീയതി പോകാം. അപ്പൊ 17-ാം തീയതി നമുക്ക് ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ എലപ്പുള്ളിയിലും വടകരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം. 17-ാം തീയതി, ഫെബ്രുവരി 17-ാം തീയതി നേരിട്ട് നമുക്ക് ഉറപ്പുവരുത്താം. ഇത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു, പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരെയും ക്ഷണിക്കാം. ആർക്കെല്ലാം വരണോ അവർക്കൊക്കെ വരാം. ശരി, നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതാണ് വെള്ളത്തിന്റെ കാര്യം. പിന്നെ സ്പിരിറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കേരളത്തിലേക്ക് വരുന്നതേ 4200 കോടി രൂപയുടെ സ്പിരിറ്റാണ്. ഇനി ഈ എത്തനോളിന്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ 4200 കോടി രൂപയുടേതാണ് കേരളത്തിലേക്ക് വരിക. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര, രണ്ടാം സ്ഥാനത്ത് കർണാടകയിലെ ഒരു മന്ത്രിക്ക് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനോടൊന്നും മുൻ പ്രതിപക്ഷ നേതാവോ പ്രതികരിച്ചിട്ടേയില്ല. അവരോട് ആരോടും ചോദ്യവുമില്ല. അങ്ങനെ ഒരു സൗകര്യം അവർക്കുണ്ട്. ഇതിനൊന്നും അവർ മറുപടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി, കോൺഗ്രസ് MLC, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇവരുടെയൊക്കെ സ്പിരിറ്റ് നിർമ്മാണശാലയിൽ നിന്ന് കേരളത്തിലേക്ക് സ്പിരിറ്റ് വരികയാണ്. 4200 കോടിയുടെ വലിയ നഷ്ടമാണ് കേരളത്തിന് അതിലൂടെ ഉണ്ടാവുന്നത്. വലിയൊരു സാധ്യതയാണ് കേരളത്തിന് ഇതിന്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത്. GST 210 കോടിയുടെ നഷ്ടം വരുന്നതാണ് കണക്കാക്കുന്നത്. ഈ എത്തനോളിന്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ 4200 കോടിയുടെ സ്പിരിറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് GSTയിൽ മാത്രം ഉണ്ടാവുന്ന നഷ്ടം 210 കോടിയാണ്. പിന്നെ തൊഴിലവസരങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിലെ ലാഭം, ഇതെല്ലാം വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുക. അതിനെയാണ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ 4200 കോടി കേരളത്തിന് ലാഭിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്രയും വലിയ ബിസിനസ് കേരളത്തിൽ നിർത്താൻ കഴിയുന്ന, അതിന്റെ GST കേരളത്തിന് ആർജിക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിന്റെ പിന്നിൽ ദുരൂഹതയില്ലേ? ആർക്ക് വേണ്ടിയാണ് എതിർക്കുന്നത്?